തെരഞ്ഞെടുപ്പിന്റെ ചിത്രങ്ങളിലേക്ക് പോകാം. തവനൂർ സീറ്റ് മുസ്ലിം ലീഗിന് നൽകുന്നതിനെതിരെ കോൺഗ്രസിൽ വലിയ അമർഷം പുകയുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. DCC വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നേതാക്കൾ എതിർപ്പറിയിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവന്നു. മണ്ഡലം കൈവിടരുതെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. നസ്റുള്ള ആവശ്യപ്പെട്ടു. അനീസ് അലി വിശദാംശങ്ങൾ നൽകും. അനീസ്, നിലവിൽ തവനൂർ സീറ്റ് ലീഗിന് കൈമാറാൻ UDF-നകത്ത് തത്വത്തിൽ ധാരണയായിട്ടുണ്ടോ? ആ വിവരം നേതാക്കൾക്കടക്കം കൈമാറിയിട്ടുണ്ടോ? അതുകൊണ്ടുകൂടിയായിരിക്കുമല്ലോ ഈ അമർഷം പുകയുന്നത്. അപ്പോൾ അങ്ങനെ തവനൂർ സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ എന്താണ് കോൺഗ്രസിനകത്തെ പ്രതികരണം? ലീഗ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്തൊക്കെയാണ് തവനൂർ സീറ്റുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്? സിഫു, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തവനൂർ സീറ്റും തിരുവമ്പാടി സീറ്റും തമ്മിൽ വെച്ചുമാറുക എന്നൊരാലോചന നടക്കുന്നുണ്ട്. അതിലൊരു തീരുമാനവുമായിട്ടില്ല. അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മലപ്പുറം ജില്ലയിൽ ആകെ 4 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ബാക്കിയെല്ലാം മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു സീറ്റ് കൂടി മുസ്ലിം ലീഗിന് നൽകുക എന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് തവനൂര്, അതുപോലെ തന്നെ നിലമ്പൂര്, പൊന്നാനി, വണ്ടൂര്, ഈ 4 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിൽ നിന്നൊരു സീറ്റ് തവനൂര് അവർക്ക് നൽകുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇവരുള്ളത്. എന്തായാലും ഇപ്പോൾ KPCC നേതൃത്വത്തെ കണ്ട് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് DCCയുടെ ഗ്രൂപ്പിൽ വരുന്ന നേതാക്കളുടെ ചർച്ചകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിലെല്ലാം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മുസ്ലിം ലീഗിന് മറ്റൊരു സീറ്റ് നൽകുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ 5 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിന് 4 സീറ്റായി ചുരുങ്ങിയതാണ്. അത് ഇനിയും ചുരുങ്ങാൻ പറ്റില്ല. 4 സീറ്റ് എന്നത് ഉറപ്പായും വേണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ തവനൂര് ഇത്തവണ വിട്ടുകൊടുക്കില്ല എന്നൊരു വികാരത്തിന് വലിയ ശക്തി ലഭിക്കുന്നുണ്ട്. കാരണം ഇത്തവണ തവനൂർ എന്തായാലും ജയിക്കും എന്നൊരു തോന്നൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ശക്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KT ജലീൽ മണ്ഡലം മാറാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഏതായാലും അതിനിടയിലാണ് UDF-ലെ 2 കക്ഷികൾ തമ്മിൽ ഈ സീറ്റ് വേണം എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. തിരുവമ്പാടി സാധാരണ മുസ്ലിം ലീഗാണ് മത്സരിക്കാറുള്ളത്. അത് തിരിച്ച് കോൺഗ്രസിന് നൽകിക്കൊണ്ട് മുസ്ലിം ലീഗ് കോൺഗ്രസ് മത്സരിക്കുന്ന തവനൂർ മണ്ഡലം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുക എന്ന ചർച്ചയാണ് നടക്കുന്നത്. പക്ഷെ അതിന് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം അനുകൂലമല്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അതിനൊരു തീരുമാനമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചർച്ചകൾ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ കാര്യത്തിൽ പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ എതിർപ്പ് അറിയിച്ചിരിക്കുകയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം. അനീസ് അലിയാണ് വിവരങ്ങൾ നൽകിയത്.